ഓഗസ്റ്റ് ഓഫർ 1940 ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിറ്റ്കോ പ്രഭുവാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് ഓഫർ എന്നാണ് 1940. ഇത് ആരാണ് ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത്? ലിൻ ലിറ്റ്കോ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായിരുന്നു ഈ പ്രഖ്യാപനം. എന്തൊക്കെയാണ് ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം? അതായത് ഇന്ത്യയ്ക്കൊരു ഡൊമിനിയൻ പദവി നൽകും. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തും. എന്തൊക്കെയാണ്? ഇന്ത്യയ്ക്കൊരു ഡൊമിനിയൻ പദവി നൽകും. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തും. യുദ്ധാനന്തരം ഇന്ത്യയ്ക്കായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായി ഒരു ഉപദേശക സമിതി രൂപീകരിക്കും. എന്നാൽ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പ്രഖ്യാപനത്തെ എതിർത്തു. എന്നാൽ 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം തുടങ്ങി. വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ആദ്യമായി തിരഞ്ഞെടുത്ത വ്യക്തി ആചാര്യ വിനോബാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായ ആദ്യ വ്യക്തിയും ആചാര്യ വിനോബാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബാവെ, രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെ. അപ്പോൾ വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായ ആദ്യ വ്യക്തി ആചാര്യ വിനോബാവെ, വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയും ആചാര്യ വിനോബാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബാവെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ആദ്യമായി പാകിസ്ഥാൻ എന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത് 1940 ലാഹോറിൽ നടന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ്. സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹം ഒരു ഉറുദു കവിയാണ്. ഉറുദു ഭാഷയിലാണ് ഇത് എഴുതിയത്. അപ്പോൾ സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ഉറുദു ഭാഷയിലാണ്. എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ എന്ന വാക്ക് നിർദ്ദേശിച്ചത് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ചൗധരി റഹ്മത്ത് അലി. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത് ലിൻ ലിറ്റ്കോ പ്രഭുവാണ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ആദ്യമായി തിരഞ്ഞെടുത്തത് ആചാര്യ വിനോബാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ആദ്യമായി അറസ്റ്റിലായ വ്യക്തി വിനോബാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി രണ്ടാമത് തിരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. വിനോബാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായി പാകിസ്ഥാൻ എന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് 1940 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ്. അപ്പോൾ ആദ്യമായി പാകിസ്ഥാൻ എന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് 1940 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ്. സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹം ഒരു ഉറുദു കവിയാണ്. ഉറുദു ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത്. പാകിസ്ഥാൻ എന്ന വാക്ക് നിർദ്ദേശിച്ചത് റഹ്മത്ത് അലിയാണ്.